ആരാ എന്നോട് തുറക്കാൻ പറഞ്ഞത്? ആരാ തുറക്കാൻ പറഞ്ഞതെന്ന്? അച്ഛൻ പറഞ്ഞിട്ടാ തുറന്നത്. ഓഹോ, അച്ഛൻ പറഞ്ഞിട്ടാണോ? വരൂ. ഈ സ്ഥലം പള്ളിക്കാരെടുത്തേ പിന്നെ അച്ഛൻ എന്നും വരും. ആ അച്ഛന്റെ ആളാന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിൽ ഉറക്കെ സംസാരിച്ചത്. പേരെന്താണാവോ? പേരെന്ത് വേണേലും വിളിക്കാം. മോനെന്നോ, ചേട്ടാന്നോ, ചെക്കാന്നോ. തുറക്കാൻ പറ്റില്ല അല്ലേ? തുറക്കാൻ പറ്റും, പക്ഷെ താക്കോൽ അച്ഛന്റെ കയ്യില. പണ്ടിത് ഫോറസ്റ്റുകാർ വാടകയ്ക്കെടുത്തതായിരുന്നു, പിന്നെ പള്ളിക്കാർ തന്നെ തിരിച്ചെടുത്തു. ഇപ്പോ വീണ്ടും സർക്കാരിലേക്ക് പോകുന്ന കേട്ടത്. എന്താ പേര്? എന്റെ പേര് മുത്തപ്പൻ. മുത്തപ്പനോ? എന്താ അങ്ങനെ ഒരു പേര്? അങ്ങനെ ഒരു പേര് ജനിപ്പിച്ചവർക്ക് ഒരു തമാശ. സ്കൂളിൽ 4 വരെ പഠിച്ചു. ടീച്ചർമാര് മുതൽ കുട്ടികൾ വരെ വിളിക്കുക മുത്തപ്പന്ന. ഇവിടെ ആരാ താമസിച്ചിരുന്നതെന്ന് മുത്തപ്പന് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മ അങ്ങനെ കിട്ടാറില്ല, എന്നാലും പറയാലോ, നല്ല ഐശ്വര്യമുള്ള വീടാ. ഐശ്വര്യമുള്ള വീടാ സത്യ. പക്ഷെ ഐശ്വര്യം വരണമെങ്കിലേ അതാ നോക്ക്, ആ മാവിന്റെ മുകളില് ഒരു ഊഞ്ഞാല് വേണം, ഈ മുറ്റത്തൊരു കോഴിക്കോട് വേണം, മുറ്റം നിറച്ച് കോഴികള്, പണിക്കാര്, ബഹളം വെച്ചുകൊണ്ട് കുട്ടികള്, അങ്ങനെ അങ്ങനെ ഒരുപാട് 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 സംഗതികൾ വേണം. മുത്തപ്പ, ഇവിടെ സോഡ കിട്ടുമോ? കിട്ടൂലോ. സോഡയും കിട്ടും, ഗ്ലാസും കിട്ടും, പച്ചവെള്ളവും കിട്ടും. പക്ഷെ ഇത് 3ലും ചേർക്കാനുള്ള മരുന്ന് ഇവിടെ കിട്ടില്ല. വേണ്ട, നല്ല മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുത്തപ്പൻ ബാക്കിയുള്ള സംഘടിപ്പിച്ചാ മതി. നമുക്കേ ചെറുതായിട്ടൊന്ന് ഒരു സന്തോഷത്തിന്. മോൻ ഈ വീട്ടിൽ താമസിക്കാൻ പോവാ? താമസിക്കാൻ പോവുകയല്ല മുത്തപ്പ, ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയിട്ട് കൊല്ലങ്ങൾ എത്രയെന്ന് മുത്തപ്പനറിയോ? ഇതാ ഞാൻ പറഞ്ഞില്ലേ, ആ മരത്തിന്റെ മുകളിൽ ഒരു ഊഞ്ഞാല് കെട്ടണമെന്ന്. ഊഞ്ഞാല് കെട്ടി ആടിയാൽ മാത്രം പോരാ, ഈ മരങ്ങളിലൊക്കെ ഓടിക്കയറാനും എനിക്ക് കഴിയണം. എടാ ഉണ്ണി, ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? എനിക്ക് നിന്നെ 2 തല്ലണം. അത്ര മോഹനിയാ ഇങ്ങോട്ട് കയറുക, ഇവിടെ വെച്ചിട്ടല്ല. എടാ കിട്ടിയോടാ? കിട്ടി. എന്നാ കയറ്. വീട് മോളെ നേരാമണ്ണം പ്രസവിപ്പിച്ചു കൊടുത്തപ്പോ അന്നത്തെ ജഡ്ജ്മെന്റിന്റെ കോപ്പിയും വന്നു, കേസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വന്നു. അല്ലോ, നീ എന്താ കീറിക്കളഞ്ഞ? ആ ഹിമാർ നമ്മളെ പറ്റിച്ചോ? ഒരു ഹിമാറും നമ്മളെ പറ്റിച്ചിട്ടില്ലടാ. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അത് മുഴുവൻ കളവാ. പ്രതികളെ വെറുതെ വിട്ടതിന്റെ ഒരു ജഡ്ജ്മെന്റ് കോപ്പി, പിന്നെ ചത്തുപോയ അന്നത്തെ ജഡ്ജിന്റെ പേരും മേൽവിലാസവും, കള്ളപ്പേരിൽ ഹാജരായ കുറെ കക്ഷികളുടെ മേൽവിലാസങ്ങൾ. ഇതൊക്കെ നമുക്ക് എന്തിനാ? പിന്നെ നീ എന്തിനാ അത് കീറിയെടുത്ത്? ഇതാണ് ഇതിലെ വെടിമരുന്ന്, നമ്മുടെ അടുത്ത ഇരകൾ. ഞാൻ തേടുന്നവരുടെ തനിനിറം ഇവരുടെ ബോധമണ്ഡലത്തിലുണ്ടാകും. ആ ബോധമണ്ഡലം ഞാൻ പൊട്ടിക്കും. 1, അന്ന് ഈ കേസ് അന്വേഷിച്ച കോശി വർഗീസ് എന്ന നീചനായ DSP. 2, ഇതിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായി ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഏക സാക്ഷിയെ കീറി മുറിച്ച് വിസ്തരിച്ച ഈ കേസിലെ പെരുങ്കള്ളനായ അയ്യങ്കാർ എന്ന ക്രിമിനൽ അഡ്വക്കേറ്റ്. ഈ നഗരത്തിലെ അവരുടെ അന്നത്തെ വിലാസം. ഇതേതാ ഇപ്പൊ ഒരു ഫോൺ? അയ്യങ്കാർ ഹിയർ. ആരാ? ഞാൻ തന്നെ സ്വാമി. ഒരു ദർശനം കിട്ടാൻ എത്ര പ്രാവശ്യം വിളിക്കണം സ്വാമി? ഫോണിലൂടെ ദർശനം സാധ്യമല്ലെന്ന് അറിഞ്ഞൂടെ മഹാരാജാവേ? ഇതിലൂടെ ശബ്ദസുഖം മാത്രം. ദർശന സുഖത്തിന് നേരത്തെ ബുക്ക് ചെയ്യണം. ആ, കക്ഷി നമ്പർ 437. എന്താ ഇത്ര ചിരിക്കണത്? ഞാനിവിടെ ദേ ഇത്തിരി പാല് കുടിക്കാനുള്ള പുറപ്പാടിലാണ്. അത് വീണ്ടും പ്രശ്നമാവുന്നല്ലോ സ്വാമി. ഏത് വീണ്ടും പ്രശ്നമാവുന്നു? ആ കുമാരന്റെ ശല്യം വീണ്ടും പ്രശ്നമാവുന്നു. അവരുടെ ആൾക്കാരിൽ ചിലർ അത് കുത്തിപ്പൊക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അന്നേ ശവം ദഹിപ്പിച്ച സ്ഥിതിക്ക് ഇനി ഒരു പോസ്റ്റ്മോർട്ടത്തിന് സ്കോപ്പില്ല. വല്ല തീ ഉണ്ടാവുകയാണെങ്കിൽ അത് അങ്ങോട്ട് ഊതിക്കെടുത്ത. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരണോ?
എന്തിനാ ഒരു ഫോണിന്റെ കാശ് കളയണേ? രഹസ്യമായ വല്ല മുൻകൂർ ജാമ്യം വേണ്ടി വരുമോ? മുൻകൂർ ജാമ്യം ഇപ്പൊ വേണ്ടത് എനിക്കാ, ഈ ഫോൺ ശല്യം കുറയ്ക്കാൻ. എടോ താൻ അവരെ ഒന്ന് വരട്ടടോ. വരട്ടിയിട്ട് നടന്നില്ലെങ്കിൽ തട്ട്, എന്നിട്ടൊരു വക്കാലത്തും കൊണ്ട് ഇങ്ങോട്ട് വാ. He is a dirty creature, but better than me. ഗുഡ് മോർണിംഗ് ബിന്ദു. ഗുഡ് മോർണിംഗ്. ശ്രീദേവിയുടെ സീറ്റ് ഇരിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. സർ, നിങ്ങൾക്കൊക്കെ ഒരു ജോലി തന്നാൽ മനസമാധാനം നഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കാ. ഞാൻ ലേറ്റ് ആയിട്ടില്ല സർ. ലേറ്റിന്റെ കാര്യമല്ല, ഇനി വേണേൽ എന്നും ലേറ്റ് ആയിക്കോ. ഇന്നു മുതൽ കുട്ടി ഇവിടെ വരണ്ട, നിങ്ങൾ ഇവിടെ ആവശ്യമില്ല. സർ, കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ മനുഷ്യനായിരുന്നിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾക്കൊരു ജോലി എന്നതിന്റെ പേരിൽ ഏത് സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് പേടിക്കണം വെച്ചാലോ? നിങ്ങൾ അവിടെ ജോലിക്ക് നിർത്തിയാൽ ഫോട്ടോ എടുക്കാൻ വരുന്നവന്റെ തല തെറിക്കുന്ന അവസാനം കിട്ടിയ ഭീഷണി. അച്ഛൻ മോൾക്ക് ചെയ്തു വെച്ച സഹായം, അല്ലാതെന്താ പറയാ. പേടിയുണ്ടാണ് കുട്ടി. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നും തോന്നരുത്. വേറെ വല്ല സ്ഥലത്തും ഫോണില്ലാത്തൊരു സ്ഥലത്ത് കിട്ടുമെന്ന് നോക്ക്, അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. സംശയമല്ല, ഈ ഫോൺ നിങ്ങൾക്കാവും. വേണ്ട സർ. ഫോണിലൂടെ ആരോ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു, അതുകാരണം ജോലി തെറിച്ചു എന്നൊക്കെ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ആരെയാ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? ആ ഫോണോ അതോ സ്റ്റുഡിയോ ഉടമസ്ഥനെയോ? ഇങ്ങനെ ഇരുട്ടി തപ്പുന്ന ഒരു പരാതിയും കൊണ്ടുവന്നാൽ എങ്ങനെയാ? ഇനി നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ഒരു ഭീഷണി ഉണ്ടാക്കിയതാണോ? അവനെ എടുത്തിട്ടൊന്ന് പെരുമാറിയാലോ? സാർ എന്റെ അമ്മയുടെയും വിഷമം മനസ്സിലാക്കണം. എന്റെ അച്ഛൻ മരിച്ചു. അച്ഛനുണ്ടായിരുന്നപ്പോഴേ ഇത്തരം ഭീഷണികൾ വരാറുണ്ട്. ഇന്നത് ഞങ്ങളെ ശ്വാസം മുട്ടിക്കുക. ദയവ് ഇതൊന്ന് അന്വേഷിക്കണം. മുഖ്യമന്ത്രി മുതൽ ഐക്യരാഷ്ട്രസഭ വരെ പരാതി പോയിട്ടുണ്ടല്ലോ. പിന്നെന്താ, ഇനി CBI വരണോ? വരുത്താം. ഈ അന്വേഷണം എന്നൊക്കെ പറയണതേ തമാശയല്ല. അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളും. ഇതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിച്ചോളാം. എന്തിനാ സാറെ പരിഹസിക്കുന്നത്? സാറിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല, അത്രേ ഉള്ളൂ. ഇത് സാർ അന്വേഷിക്കണ്ട പോരെ? ആ പെണ്ണ് നമ്മളൊന്ന് കൊച്ചാക്കി പോയി. പെരുമാറാൻ അറിയാനിട്ടല്ല, പിന്നെ തന്ത മരിച്ചിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇതൊരു പോലീസ് പ്രൊട്ടക്ഷന്റെ പ്രശ്നമാണ്. ഭീഷണിയുണ്ട്, അത് സത്യ. പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കോടതി പോട്ടോ. ഇതിപ്പം VIP-കൾക്ക് തന്നെ കരിമ്പൂച്ചകൾ കൊടുക്കാൻ പറ്റാത്ത കാല. പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ ഈ 2 കരിമ്പൂച്ചകളെ കൊടുക്കാന്ന് വെച്ചാല് അതിന് മാത്രം പൂച്ചകളുണ്ടോ നമ്മുടെ നാട്ടില്? എവിടെ?
അങ്ങോട്ട് മാറി നിക്കടോ, ഇയാൾ ചത്തിട്ടൊന്നുമില്ല. എല്ലാരും ഒന്ന് മാറിയട്ടെ, മാറ്. എടോ, ഇത് പോലീസ് സ്റ്റേഷനാ, വെറുതെ തീക്കൊള്ളി എടുത്ത് തലയൊറിയരുത്. എല്ലാറ്റിന്റെ എല്ല് ഞാൻ ഒടിക്കും. ആഹാ ആ സാറിങ്ങോട്ടൊന്ന് ഒരു കാര്യം പറയാനുണ്ട്. സാറ് വിവരം സർക്കിളിനോട് ചോദിക്കുക, അല്ലാതെ ഇതെടുത്ത് അകത്തിട്ടാൽ അത് ലോക്കപ്പ് മർദ്ദനമാവും. ഈ പരുവത്തിൽ നമ്മൾ ഇതിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയാൽ അത് അവിടെയും പ്രശ്നമാവും. അതിന് സർക്കിൾ സ്റ്റേഷനിലും ഇല്ല, വീട്ടിലും ഇല്ല. എന്നാ പിന്നെ കാട്ടി കാണും വനവാസം. ഇതാകപ്പാടെ നമ്മൾ കുഴയും. ഇയാളെന്തെങ്കിലും കഴിച്ചോ? പിന്നെ അതിരാവിലെ വെറും വയറ്റില് ബിരിയാണിയും മത്തിക്കറിയും കഴിച്ചു. സാറിന് തലയ്ക്ക് സുഖമില്ലേ? ഇവനാരാ താലോലിക്കാൻ? ആഭ്യന്തര വകുപ്പിന്റെ അളിയന്. ഡോ ഡോ തന്നെ എനിക്ക് നേരത്തെ അറിയാം. വാടക വാങ്ങി കീശയിലിട്ട് തല്ലാൻ നടക്കലല്ലേ തന്റെ ജോലി. അത് കള, അത് ഞങ്ങൾ മറക്കാം. ആരാ തന്നെ തല്ലിയെന്ന് പറ, കേസെടുക്കാം. എനിക്ക് പരാതിയില്ല. അത് നന്നായി. തല്ലിയവനും പരാതിയില്ല, തല്ല് കിട്ടിയവനും പരാതിയില്ല. എന്തൊരു ജനാധിപത്യം. എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി തന്നാ മതി, ഞാൻ ആശുപത്രിയിൽ പൊയ്ക്കോളാം. എടോ, തന്റെ കാലും ഒടിഞ്ഞിട്ടുണ്ട്, ഒരു കയ്യും ഒടിഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിൽ അതിൽ കയറിയ വഴിയിൽ എല്ലാം ഒക്കെ ഊരി വീഴും. ആഹാ, പിന്നെ വന്ന മഴ. യെസ് യെസ് സർ, യെസ് സർ, യെസ് സർ. എടോ, ഇവന് വാരി വലിച്ചെടുത്ത് ലോക്കപ്പിലിട്. വിളിച്ചത് എസ് പിയാ. ഇന്നിത്തിരി നേരത്തെയാണല്ലോ വിളക്ക് കത്തിച്ചത്. സന്ധ്യയാകുന്നതേ ഉള്ളൂ. വീട്ടിലാവുമ്പോ ഈ സമയത്തോടെ കത്തിക്കും. തൂക്കുവിളക്ക് അവിടെ പതിവില്ല. അച്ഛൻ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വിളക്കാ പൂജാമുറിയില്. അച്ഛന്റെ ദൈവവിശ്വാസം ഇത്തിരി കുറവായിരുന്നു അല്ലേ? ദൈവങ്ങൾക്ക് അച്ഛനായിരുന്നു വിശ്വാസക്കുറവ്. വേണ്ട, തത്വചിന്ത പറയാൻ പറ്റിയ സമയമല്ലത്. ഇരുട്ടിത്തുടങ്ങി. പറഞ്ഞു പറഞ്ഞ് നമ്മൾ കാട് കയറും. പിന്നെ ഇന്നലത്തെ പോലെ ശ്രീദേവി വീണ്ടും കരയാനും തുടങ്ങും. നമ്മുടെ പാറു എവിടെ? പാറുക്കുട്ടി, പാർവതി അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, ശ്രീദേവിക്ക് ഇവിടുത്തെ പരിചയക്കുറവൊക്കെ മാറിയല്ലോ. ഈ വീട് മുഴുവൻ ശ്രീദേവിയുടെതാണ്. എവിടെ വേണമെങ്കിലും ഇരുന്നോ നടന്നോ സമയം ചെലവഴിക്കാം. അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അനാവശ്യമായി ഞങ്ങൾ വിഷമിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അത് അമ്മയുടെ മനസ്സിന്റെ ഗുണം. എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. കുമാരേട്ടൻ എനിക്ക് ചെയ്തെന്ന സഹായങ്ങൾ ഓർക്കുമ്പോ ഇത്രയൊക്കെയല്ലേ സാധിക്കുന്നുള്ളൂ എന്നാണ് എന്റെ വിഷമം. അമ്മാ, എന്തിനാ ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് ശ്രീദേവി ചോദിക്കുന്നത്. അമ്മാവൻ ഇന്നലെ കഷ്ടപ്പെട്ടു. വല്ലാതെ കഷ്ടപ്പെട്ടു. ഇവരെന്തേ ഇത്തിരി നേരത്തെ അങ്ങോട്ട് വരാതെ നിന്ന് ഓർത്തിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടു. മോൾക്ക് MSc ഗോൾഡ് മെഡലാണെന്ന് ഇവൻ പറഞ്ഞു. അതിൽ കാര്യമില്ല, ധൈര്യത്തിന് മെഡൽ വാങ്ങണം. അതായത് മനസ്സിനെങ്ങനെ പിടിച്ചു നിർത്താൻ. അതിന് അതങ്ങനെ ആടിക്കളിക്കുന്ന മനസ്സൊന്നുമല്ല അമ്മാവ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? മനസ്സിലായി. ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാ മതി. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. സത്യം പറയാലോ, ഞാൻ ഇന്നലെ ഇതിനകത്തൊരു മോഹിനിയാട്ടം നടത്തി. ഒരു ഇടത്തരം കമാൻഡോ അറ്റാക്ക്. കൂട്ടിന് ശ്രീദേവിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കളി കളിച്ചു. ആകെ തട്ടി മുട്ടി ഒരു ബഹളം, അത്രേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഞാൻ പുറത്തിരിക്കാം. താഴെ കുപ്പിച്ചിലുണ്ടാവും. കാര്യം ചെരുപ്പുണ്ടല്ലോ. സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് വെച്ചിരുന്ന മേശയെ മറിഞ്ഞു കിടക്കുന്നത്. അയ്യോ, അപ്പൊ നമ്മുടെ ഗോൾഡ് മെഡലോ? വേണ്ട, അത് പറയണ്ട. വിറ്റു, എത്രയല്ലേ ഉള്ളൂ. എന്നാലും പറയണ്ട. എനിക്ക് ഈ ദുഃഖം കേൾക്കുന്ന ഇഷ്ടമല്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. ധൈര്യത്തോടെ കഴിയാം. ഞാനുണ്ട്, അമ്മാവനുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ അമ്മാവൻ സമ്മതിക്കില്ല. സർട്ടിഫിക്കറ്റുകൾ എടുക്കുമ്പോൾ ആവശ്യത്തിലുള്ള ഡ്രസ്സുകൾ കൂടെ എടുത്തോളൂ. ആരായിരുന്നു ഇവിടെ വന്നത്? ആരെങ്കിലും ആകട്ടെ, വന്നവർ പോയില്ലേ, അതല്ലേ നമുക്ക് വേണ്ടൂ. ഇനി ആരും വരില്ല, അതുറപ്പാ.
ആരാടാ അത്? അറിയില്ല സർ. ഇടിച്ചു വീഴ്ത്തി പോടാ. അവന്റെ അമ്മയുടെ ഒടുക്കത്തെ ഒരു സർക്കസ്. ഒന്ന് കത്തിച്ചു വിടടാ. ഇങ്ങനെ പോയാൽ തോട്ടത്തിലെത്തുമ്പോ സന്ധ്യയാവും. എന്താടാ? ടയർ പോയി സാർ. DSP കോശി വർഗീസ് സാറല്ലേ? യെസ്. വിരോധമില്ലെങ്കിൽ എന്റെ പുറകെ കയറാം, ഞാൻ തോട്ടത്തിൽ കൊണ്ടാക്കാം. വേണ്ട, താങ്ക്സ്. ഇത് പെട്ടെന്ന് മാറ്റിയിടാം. മാത്രമല്ല പോകുന്ന വഴിക്ക് എനിക്ക് വേറൊരു ഗസ്റ്റ് കൂടിയുണ്ട്. ഓ അത് ശരി. മുഖം കാണാത്തതുകൊണ്ട് ആളെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആരാ? ഞാൻ സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിലുണ്ടായിരുന്നു. അന്ന് ഇൻസ്പെക്ടർ റാങ്കിലായിരുന്നു. ഇൻസ്പെക്ടർ കുമാരൻ. ശരി, കാണാം സാർ. ഓക്കെ. അന്ന് ഇൻസ്പെക്ടർ റാങ്കിലുള്ള കുമാരൻ ട്രെയിനിങ് ക്യാമ്പില്. അത് കൊല്ലം കുറേ ആയല്ലോ. അപ്പോ ഇവനിപ്പോ കള എന്നോട് ഇഷ്ടമുള്ളവർ ചെറുപ്പക്കാരുമായിരിക്കും. ഇവിടെ വാടാ. വെള്ളത്തിൽ കിടന്നൊരു വെള്ളം കൂടി, അതിന്റെ സുഖം ഒന്നും വേറെയാ അല്ലേ റിട്ടയേർഡ് SP സാറ്? എന്റെ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒന്നേ ബാക്കിയുള്ളൂ. അതെന്താ? ഇതുപോലെ ഒരു കുളം, അത് നിറച്ച് ഫോറിൻ വിസ്കി, അതിലിറങ്ങിക്കിടക്കാൻ പ്രത്യേകം ഒരു തരം ജാക്കറ്റ്, എന്നിട്ട് സദ്യക്ക് ഇങ്ങനെ മോര് കുടിക്കുന്നത് പോലെ അതിലെങ്ങനെ ഇരുന്ന് കൈകൊണ്ട് കോരി കോരി കുടിക്കുക. എന്തൊരു സുഖം! അതനുഭവിച്ചിട്ടുള്ള ഒരാളെ ഉള്ളൂ. അതാരത്? ഉമർ ഖയാം. അയാളും പോലീസിലായിരുന്നു. ഓ, താനൊരു മരമണ്ടൻ അയ്യങ്കാരാടോ. പല കേസുകളും കുളം തോണ്ടി സമ്പാദിച്ചു കൂട്ടുന്നതല്ലാതെ തലയിൽ ഇത്തിരി വിവരം കോരി വിളിക്കാമായിരുന്നില്ലടോ വക്കീലേ. ഞാൻ മാത്രല്ലല്ലോ, താനും ആയ കാലത്ത് ഒരുപാട് പേരെ ചവിട്ടി കൊന്നിട്ടില്ലേ? എത്ര കൊലപാതകങ്ങൾ ചത്തുപോയവരുടെ ചോര കൊണ്ട് തന്നെ താൻ മാച്ചിട്ടുണ്ട്. അതിന് ഇത്തിരി നക്കാപ്പിച്ചെടുത്ത് കുത്തിയ കൊളല്ലോ ഇത്. അതൊരു കഴിവാടോ. ഈ കാണുന്ന 15 ഏക്കർ തോട്ടം ഏത് കാലത്ത് ഞാൻ വാങ്ങിയതാ? 18 കൊല്ലം മുമ്പ്. ഇന്നിതിന്റെ വില എന്താ? എങ്ങനെ വീശിയാലും 1 കോടി. അന്ന് ഞാൻ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ വെള്ളത്തിന് പകരം അന്നേ ഇതിൽ വിസ്കി നിറഞ്ഞേനെ. എടാ കൊച്ചു കള്ള, ഇയാൾ ഗ്ലാസ് കൊണ്ടുപോയോ? SP, പഴയ SP. എന്തിനാണോ പണ്ടേ എന്നെ പിടിച്ച് മുക്കിയത്? ഞാനോ? വെള്ളത്തിൽ വഴി പോലെ നിൽക്കണം ഞാൻ ഇങ്ങനെ തന്നെ മുക്കണത്. എന്ത് കട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാ കട്ടത്. അത് പറഞ്ഞ് കാല് വാരുന്നത്. എടോ അയ്യങ്കാരെ, അയ്യങ്കാരെ. SP, 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 SP. SP, SP. അയ്യോ, എടോ. Hello, SP! SP! എന്തമ്മേ, എന്തായിരുന്നു വെള്ളത്തടിയില്? മുതലയായിരിക്കോ? കൊള്ളത്തിനടിയിൽ എങ്ങനെയാ മുതല വരിക? എന്റെ കർത്താവേ, ഞാനിത് അടച്ചു കുറ്റിയിട്ടിരുന്നാണല്ലോ. അയ്യങ്ങാനെ, എടോ അയ്യങ്ങാനെ. ആരാ കാറിനകത്ത്? എന്നെ കൂടാതെ വേറൊരാൾ?
താങ്ക് യു. ഇതാണല്ലേ തന്റെ വീട്? താൻ ആരാ? തന്റെ ചത്തുപോയ പെരിയപ്പ മുത്തുപ്പട്ടൻ. എന്നാ പിള്ളേ സൗഖ്യമാ? പെരിയപ്പാ? ഓ നീങ്ക വന്ന് ഉന്നെ കൊല്ലറുക്കടാ കണ്ണേ. ഇത് അഡ്വാൻസ്, ബാക്കി പുറകെ വരും.